നീ ഒരു കാര്യം പറയാൻ പറഞ്ഞേ. അതിന് മുന്നേ നിന്നോട് എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാൻ. അതുകൊണ്ടേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് നിങ്ങൾ സ്ത്രീകളാണ്. അതായത് ഭർത്താവിനെ ചതിച്ചിട്ട് അഹിതത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട പൈസ ആയാലും എന്തായാലും എന്ത് കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾ സ്ത്രീകൾ അത് നിങ്ങളെ രക്തത്തിൽ പറഞ്ഞതാണ്. എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂക്ക. കാരണം ഞാൻ ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണിനെ ഇങ്ങനെ ഇരുത്തി നിങ്ങളാണ് എല്ലാം ചെയ്യുന്നത്, നിങ്ങളാണ് അവിഹിതം ചെയ്യുന്നത്, നിങ്ങളെ പുറത്തു വിടാൻ പറ്റില്ല, നിങ്ങളെ ഇതാക്കാൻ പറ്റില്ല, എന്നാലും എല്ലാം ചെയ്യുന്നത് നിങ്ങളാണ്. കുറെ പൈസ തന്നോണ്ടോ, കുറെ സാധനങ്ങൾ വാങ്ങി തന്നോണ്ടോ, അവളെങ്ങനെ കൊണ്ട് നടന്നോണ്ടൊന്നും അല്ലേക്ക. അവളെ ഒന്ന് കേൾക്കാൻ തയ്യാറാവണക്ക. അവളെ ദുഃഖങ്ങളും സുഖങ്ങളൊക്കെ എന്താന്നുള്ള നിങ്ങൾ അറിയാൻ തയ്യാറാവുണ്ടോ? എന്നും നിങ്ങൾ പറയും ഞങ്ങൾക്ക് ജോലി, ഞാൻ തിരക്കാണ്, അവിടെ തിരക്കാണ്, ഇവിടെ തിരക്കാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യ എവിടെയോ നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നുണ്ടോ എന്നുള്ള നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? കൂടുതലും ഒരു പ്രവാസിയുടെ ഭാര്യയാണ് ഇങ്ങനെ പോകുന്നത്. എപ്പോഴും കേൾക്കാമല്ലോ ന്യൂസിൽ, എന്താ പറയാ, മക്കളിട്ടിട്ട് ഭാര്യ പോയിന്ന്. ആ ഒരു ന്യൂസ് തിരിച്ചു വരുന്നുണ്ടോ? ഒരു 3-4 മക്കളിട്ട് ഭർത്താവ് പോയി എന്നുള്ള ന്യൂസ് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? അവനും ഉണ്ട് ഭാര്യ, അവനും ഉണ്ട് സങ്കടങ്ങളൊക്കെ സഹിക്കാനുള്ള ആൾക്കാർ. ആ ന്യൂസ് എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടോ? ഇതിനോടൊന്നും ഞാൻ യോജിക്കൂലേക്ക. 2 ഭാഗത്തും തെറ്റുണ്ട്. 2 പേർക്കും ഈക്വൽ നീതിയാണ് വേണ്ടത്. പോകല്ലേ കേക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരുന്നത് ഈ സാധനമാണ്. ഇതൊന്നും മാറ്റി കുറച്ചു നേരം അവളെ സംസാരിക്കാൻ, ഇനി അവനോടാണെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ കുറെയൊക്കെ ശരിയാവും. ശരി എന്നാ.